വിജയദശമി ദിവസമാണ്. എല്ലായിടങ്ങളിലും ആദ്യാക്ഷരം കുറിക്കുന്ന തിരക്കുകളാണ്. കുരുന്നുകൾ അറിവിന്റെ ലോകത്തേക്ക് അക്ഷര വെളിച്ചത്തിലേക്ക് കടക്കുന്ന ദിവസം കൂടിയാണ്. നമുക്ക് ആദ്യം വിജയദശമിയുടെ ആദ്യാക്ഷരം കുറിക്കുന്ന വിശേഷങ്ങൾ കാണാം. സുലേഖ, തിരുവനന്തപുരത്ത് എവിടെയാണിപ്പോൾ നിൽക്കുന്നത്? ആദ്യാക്ഷരം കുറിക്കാൻ വലിയ തിരക്കാണോ അനുഭവപ്പെടുന്നത്? ആദ്യം വിജയദശമിയുടെ ഒരു മനോഹരമായ ആശംസകൾ. മനു, തീർച്ചയായും കുരുന്നുകൾ ഇന്ന് ആദ്യാക്ഷരം കുറിക്കുകയാണ്. അറിവിൻ്റെ ലോകത്തേക്ക്, അക്ഷരത്തിൻ്റെ ലോകത്തേക്ക് കുരുന്നുകൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമുക്കറിയാം, നമ്മളൊക്കെ ഒരുപാട് കണ്ടതാണ് ഈ കുരുന്നുകളൊക്കെ തന്നെയും ഈ അരിയിൽ ഈ എഴുതി അത് പിന്നീട് അങ്ങ് വളരുകയാണ്. അറിവിൻ്റെ ലോകത്തേക്ക്, അക്ഷരത്തിൻ്റെ ലോകത്തേക്ക് എത്തുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഈ പൂജപ്പുരയിൽ നിന്ന് കാണാൻ കഴിയുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ നിരവധിയായ കുരുന്നുകൾ ഇന്ന് ഈ പൂജപ്പുരയിലെത്തി ഇത്തരത്തിൽ അറിവിൻ്റെ ലോകത്തേക്ക്, അക്ഷരത്തിൻ്റെ ലോകത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. വലിയൊരു സന്തോഷത്തിൻ്റെ, ഒരു അറിവിൻ്റെ ലോകത്തിലേക്ക് കുരുന്നുകൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലാണ്. ഇവിടെയാണ് സാധാരണഗതിയിൽ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട തലസ്ഥാന നഗരിയിൽ പ്രധാന എഴുത്തിനിരുത്ത കേന്ദ്രം എന്ന് പറയുന്നത് ഇവിടെയാണ്. ചാണ്ടി ഉമ്മൻ MLA അടക്കമുള്ള ആളുകൾ ഈ സരസ്വതി മണ്ഡപത്തിലുണ്ട്. അത്തരത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ, അതോടൊപ്പം തന്നെ ശശി തരൂർ MP അടക്കമുള്ള ആളുകൾ ഈ സരസ്വതി മണ്ഡപത്തിൽ എത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വലിയ ഒരു തിരക്ക് തന്നെ ഈ ഇത്തരത്തിൽ വിജയദശമി നാളുമായി ബന്ധപ്പെട്ട ഈ കുരുന്നുകളുടെ കുരുന്നുകളുടെ എഴുത്തിനിരുത്തുമായി ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 1000-ലധികം കുരുന്നുകൾ ഇവിടെ ഈ സരസ്വതി മണ്ഡപത്തിൽ മാത്രം എഴുത്തിന് ഇരുത്തുന്നുണ്ട്. കുട്ടികളെ മാത്രം എഴുത്തിനിരുത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ വിവിധ ആളുകൾ സമൂഹത്തിലെ സാംസ്കാരിക രംഗത്തടക്കം പ്രമുഖരായിട്ടുള്ള, പ്രാമുഖ്യത്തിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ ഈ കുട്ടികളെ എഴുത്തിനിരുത്തുന്നുണ്ട്. അങ്ങനെ വലിയ തിരക്ക് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. രാവിലെ 6 മണി മുതൽ ഈ എഴുത്തിനിരുത്തുന്ന ഈ പ്രക്രിയയ്ക്ക് ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട്, കുരുന്നുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ കുരുന്നുകൾ അക്ഷരത്തിൻ്റെ ലോകത്തിലേക്ക് എത്തുമ്പോൾ ചെറിയ കരച്ചിലുകളുണ്ട്, ഭയമുണ്ട്. അതൊക്കെ തന്നെയും മാറ്റി നിർത്തി വലിയ രീതിയിലുള്ള ഒരു അറിവിൻ്റെ ലോകം, അക്ഷരത്തിൻ്റെ ലോകം അത് കുട്ടികൾക്ക് മുന്നിൽ തുറക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. അരിയിൽ ഹരിശ്രീ ഗണപതായേ നമ എന്നുള്ള അക്ഷരം കുറിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കുരുന്നുകൾ അറിവിൻ്റെ ലോകത്തേക്ക് എത്തുന്നത്. ഇതിനൊപ്പം തന്നെ മന്ത്രി V ശിവൻകുട്ടി ഇന്ന് ശിശുക്ഷേമ സമിതിയിലെ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചു കൊടുക്കുന്നുണ്ട്. അത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ 8:30-ക്കാണ് ആ പരിപാടി നടക്കുക. അങ്ങനെ എല്ലാ കുട്ടികളും, കുരുന്നുകളൊക്കെ തന്നെയും വലിയ ആവേശത്തോടു കൂടി വരുന്നുണ്ട്. വലിയ കരച്ചിലുകളൊക്കെ തന്നെയും നമുക്ക് ഈ സരസ്വതി മണ്ഡപത്തിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ കരച്ചിലുകൾ പിന്നീട് അറിവിന്റെ കുഞ്ഞുങ്ങൾ ചെറുതായിട്ടൊന്ന് കരഞ്ഞ് അരിയിൽ എഴുതി അതൊക്കെ പോകുന്നത് ഒരു മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ഒരു ഭംഗിയാണ് കുഞ്ഞുങ്ങൾ എഴുതാൻ വരുന്ന ആ കാഴ്ച തന്നെ. തീർച്ചയായിട്ടും ഒരു മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അറിവിൻ്റെ ലോകത്തിലേക്കാണ് ഈ കുരുന്നുകൾ ഇങ്ങനെ ചുവട് വയ്ക്കുന്നത്. ആ ചുവട് വയ്ക്കുന്നതിനൊപ്പം ഇത്തരത്തിൽ ചെറിയ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ ഇത്തരത്തിൽ ചെറിയ ഇണക്കങ്ങളൊക്കെ തന്നെയും ഉണ്ടാകും. ഇങ്ങനെ ഈ ഒരു കരച്ചിൽ അത് ഇനിയുള്ള കാലത്തിലേക്കുള്ളൊരു ചുവടുവയ്പ്പാണ് എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ കരഞ്ഞുകൊണ്ട് ആ അക്ഷരത്തിൻ്റെ ലോകത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇങ്ങനെ കരച്ചിലുകൾ അത് വരും കാലത്തേക്കുള്ള ഒരു അറിവിൻ്റെ ഒരു മുതൽക്കൂട്ടായി ഈ കരച്ചിൽ മാറും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സരസ്വതി മണ്ഡപത്തിൽ, പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലെ കാഴ്ച അത് നമുക്ക് കാണാൻ കഴിയുന്ന പോലെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ കുരുന്നുകളൊക്കെ തന്നെയും അറിവിൻ്റെ ലോകത്തിലേക്ക് ചുവട് വയ്ക്കുന്ന കാഴ്ച അത് അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. മനു, എന്തായാലും ഇത്തരത്തിൽ നാവിൽ കൂടി ഈ അക്ഷരങ്ങൾ കുറിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭയന്നിട്ടാണ് ഇത്തരത്തിൽ ഈ കുട്ടികൾ കരയുന്നതെങ്കിലും ഇതൊരു വരും കാലത്തേക്കുള്ളൊരു ഓർമ്മയായി മാറുമെന്നുള്ളത് തന്നെയാണ്. നമുക്കിത് കാണുമ്പോൾ ചിരി വരുന്നുണ്ട്, പുഞ്ചിരി വരുന്നുണ്ട്. പക്ഷേ കുരുന്നുകളുടെ കാര്യം അതല്ലല്ലോ. അങ്ങനെ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. എന്തായാലും മനോഹരമായ ഒരു കാഴ്ച അത് തന്നെയാണ് ഈ സരസ്വതി മണ്ഡപത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അറിവിൻ്റെ ലോകത്തേക്ക് ഈ കുരുന്നുകൾ ചുവട് വയ്ക്കുന്നു.
ആ ചുവട് വെക്കുന്നതിനൊപ്പം ചെറിയ കരച്ചിലുകളും പിണക്കങ്ങളും ഒക്കെ തന്നെയും ഉണ്ട്. പക്ഷേ ഇതിലും മനോഹരമായി എഴുതുന്ന കുട്ടികൾ ഒരു ഭയവുമില്ലാതെ ഇതൊക്കെ എന്ത് എന്നുള്ളൊരു തോന്നലിലൊക്കെ തന്നെയും ഹരിശ്രീ ഗണപതായ നാമ കുറിക്കുന്ന കുട്ടികൾ ഈ സരസ്വതി മണ്ഡപത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഏറ്റവും മനോഹരമായി ഈ കുട്ടികൾ അറിവിൻ്റെ ലോകത്തേക്ക് കടക്കുന്നു. അറിവിൻ്റെ ലോകത്തിലേക്ക് കടക്കുമ്പോൾ അവർക്ക് താങ്ങായി തണലായി അവരുടെ മാതാപിതാക്കളും ഗുരുക്കന്മാരും ഒക്കെ തന്നെയും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ വിദ്യാരംഭമാണെങ്കിൽ മറ്റിടങ്ങളിൽ ഇത്തരത്തിൽ നൃത്തകലാപരിപാടികളുടെ ഒക്കെ തന്നെയും വിദ്യാരംഭം കുറിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനു.